वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। വൈവസ്വത മനുവിന് തൻ്റെ 9 ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയും ജനിച്ചിരുന്നു. അവരാണ് ഇള. ഇളയ്ക്ക് ജനിച്ചത് പെൺകുട്ടിയായിട്ടാണെങ്കിലും അവർക്കൊരബദ്ധം പറ്റി. ഉഗ്രപ്രതാപിയായ ഒരു യുവ സന്യാസി മന്ദരപർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ പൊതുവെ ശല്യമില്ലാത്ത മൃഗങ്ങളുടെയും മറ്റ് തരത്തിലുള്ള വൃക്ഷങ്ങളുടെയും എന്നുവെച്ചാൽ വലിയ വൃക്ഷങ്ങളിൽ നിന്ന് ഇലയൊക്കെ വീണിട്ടുണ്ടാകുന്ന ശ്രദ്ധ വികേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഇലകളുടെ വീഴ്ച, പിന്നെ വലിയ ആരവത്തോടു കൂടിയുള്ള നദീപ്രവാഹമില്ലാത്ത സ്ഥലം, കിളികൾ ചലച്ച് ബഹളമുണ്ടാക്കാത്ത സ്ഥലം, ഇത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അദ്ദേഹം അവിടെ വളരെ സുന്ദരനും ഒക്കെ ആയ അദ്ദേഹം അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ അപ്സരകന്യകമാർ ഇതൊന്നും അറിയാതെ പുതിയ മേച്ചിൽ സ്ഥലം, കളിക്കാനും ഓടാനും ചാടാനും പൂ പറിക്കാനും ഒക്കെ ഉള്ള മേച്ചിൽ സ്ഥലങ്ങൾ നോക്കി അങ്ങനെ ചെന്നപ്പോൾ ഈ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒന്നും ശല്യമില്ലാത്ത പരമശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ കാട്ടുപൂഞ്ചോല ഒഴുകുന്ന ശബ്ദത്തിൽ ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ യാതൊരു അനക്കവുമില്ലാതെ ഈ മുനികുമാരൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇത്രയും സുന്ദരനായ ഒരാൾ സന്യാസിയായിട്ടിരിക്കുന്നത് കണ്ട് ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ എന്ന് ഉള്ളിൽ ഹാസ്യത്തോടുകൂടി വിചാരിച്ചിട്ട് വലിയ ബഹളമുണ്ടാക്കി. ചിലർ നൃത്തം ചെയ്തു, ചിലർ പാട്ട് പാടി, ചിലർ മൃദംഗം വായിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഈ ധ്യാനത്തിൻ്റെ കേന്ദ്രീകൃത അവസ്ഥയിൽ നിന്ന്, ഇന്ദ്രിയങ്ങളുടെ അച്ചടക്കത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ വിട്ടു. ഇതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം അതാണ്. കാരണം യുവാവാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ കറക്കിക്കൊണ്ട് പോകാം എന്നുള്ള നിലയിലാണ് ഈ പണികളൊക്കെ ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം അവിടെ പുരുഷന്മാർ വന്ന് കാനനത്തിൻ്റെ പ്രശാന്തതയ്ക്ക് ഭംഗം വരുത്തുകയാണെങ്കിൽ അവർ പെണ്ണായി പോട്ടെ എന്നും, സ്ത്രീകളാണ് വരുന്നതെങ്കിൽ പ്രശാന്തതയ്ക്ക് കോട്ടം വരുത്തുന്നത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരായി പോട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഇവരെല്ലാം പുരുഷന്മാരായി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് ചില്ലറ സംഗതിയിൽ തീരുന്ന ആളല്ല. ച്യവന മഹർഷിയുടെ ഒരു സുഹൃത്താണ് ഈ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിപ്പോൾ എന്ത് പരിഹാരം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാവരും വീണങ്ങ് നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ശപിക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്, നിങ്ങൾ വന്ന് വാങ്ങിയതാണ്, നിർബന്ധിച്ച് നിങ്ങൾ വാങ്ങിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ശാപമോക്ഷം തരില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും മുനിമാരുടെ അടുത്തോ ദേവന്മാരുടെ അടുത്തോ പോയി ഇതിന് പരിഹാരം കണ്ടുകൊള്ളേണ്ടതാണ്. ഇത് ആശ്രമങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ കൂടുതൽ ആശ്രമങ്ങളാണ്. അല്ലാതെ ദേവന്മാരോ കിന്നരന്മാരോ കിംപുരുഷന്മാരോ വന്ന് അവർക്ക് കേളിയാടാനുള്ള സ്ഥലമല്ല. സാർ, ആ മുനി ശപിച്ചാണോ അതോ അവിടെ വരുന്നവരെല്ലാം ഇങ്ങനെ അല്ല, മുന്നിയുടെ ശാപം മാറുന്നവരാണോ? അല്ലല്ല, ശാപം കൊണ്ട് സംഭവിച്ചതാണ്. അവിടെ ശപിക്കുകയായിരുന്നു. ശപിക്കുകയായിരുന്നു. നേരത്തെ ആ നിയമം ഇല്ല അവിടെ? ഇല്ല. നേരത്തെ വന്നവർക്ക് വന്നപ്പോൾ കയ്യിലുണ്ടായിരുന്ന അവയവങ്ങളോടുകൂടി തിരികെ പോകാം. അതിന് പ്രശ്നമൊന്നുമില്ല. ഇവരെ ആദ്യം ഈ ഉണർന്നപ്പോൾ ഒന്ന് സഹിച്ചു നോക്കി, കുറേ വർഷം കാണിച്ചിട്ട് പോകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നില്ല. അപ്പം അവർ ധരിക്കുന്നത് അവർ അസാധാരണ സൗന്ദര്യമുള്ള അഭൗമമായ സൗന്ദര്യമാണല്ലോ. അവരുടെ അഭൗമവും അലൗകികമായ സൗന്ദര്യം കണ്ടിട്ട് ഇദ്ദേഹം ദേഷ്യം കയറിയിരിക്കുകയാണ്, ഇദ്ദേഹം പ്രേമിച്ചിരിക്കുകയാണെന്നാണ് പെൺകുട്ടികൾ, അങ്ങനെയല്ലേ കരുതാനൊക്കെ ഉള്ളൂ, പെൺകുട്ടികൾ കരുതിയത്. അപ്പോഴാണ് ഈ വേർതിരിച്ചത് ശാപം. പുരുഷന്മാർ സ്ത്രീകളുമാകും, സ്ത്രീകൾ പുരുഷന്മാരുമാകും. ഒരു കണക്കിന് നല്ലതാണത്. സ്ത്രീയായിട്ട് ജീവിച്ച ആൾക്ക് എല്ലാ അനുഭവങ്ങളും അല്ല, രണ്ട് അനുഭവങ്ങളും ഉണ്ടാകില്ല. അതിനൊക്കെ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ
ഇവിടെയൊക്കെ കൊണ്ടുവന്നൊന്ന് ശപിപ്പിക്കാമായിരുന്നു. എവിടെയാണ് ഇഷ്ടൻ എന്ന് അറിഞ്ഞുകൂടാ. ഇതൊന്നും അറിയാതെയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ശാപം കിടപ്പുണ്ടെന്നുള്ള വിവരം അറിയാതെയാണ് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് 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 ഇള അവിടെ ചെന്ന് വിട്ടത്. മുനിയില്ല അവിടെ. മുനിയില്ലെങ്കിലും ശാപം കെട്ടിക്കിടക്കുകയാണ് അവിടെ. അവിടെ ചെന്ന് അവൾ സ്ത്രീയായിപ്പോയി. അങ്ങനെയാണ് ഇവളെ ഈ പുരുഷനാണ് സ്ത്രീ ആയതിനു ശേഷം, അതിനു മുമ്പ് ഇളൻ എന്നായിരുന്നു പേര്. സാർ ഈ സുദിമ്നൻ എന്ന് പറഞ്ഞ ആരാ? സുദിമ്നൻ സുദ്യുമ്നൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന മകനാണ്. ഓ അത് ശരി. സുദ്യുമ്നൻ. ആ സുദിമ്നനല്ലേ ഇങ്ങനെ ആയത്? ചന്ദ്രന്റെ സുദ്യുമ്നൻ എന്ന് പിന്നീട് പേര് വന്നു പുരുഷനായപ്പോൾ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വന്ന് സ്ത്രീയായി. അപ്പോൾ ഈ ചന്ദ്രൻ ഇങ്ങനെ മുകളിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനിതൊന്നും കണ്ടില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവള് സ്ത്രീ ആയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്സരസുകളുടേതുപോലെയുള്ള ഈ അനിയന്ത്രിതമായ സൗന്ദര്യത്തിൻ്റെ പ്രദീപ്രമായ ശോഭ ഇങ്ങനെ ഇവളിൽ നിന്ന് വഴിഞ്ഞൊഴുകാൻ തുടങ്ങി. അപ്പോൾ ചന്ദ്രൻ ജി പതുക്കെ 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 താഴത്തെ ഇറങ്ങി വന്നിട്ട് ഇവളുമായി ഒരു ഇൻ്റർവ്യൂവിൽ ഏർപ്പെട്ടു. സംഭാഷണങ്ങൾ ആളാരാണെന്നൊക്കെ അറിയാം, എന്നാൽ അതൊന്നും താൻ അറിഞ്ഞിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണുകയാണെന്നുള്ള നിലയിൽ വിശദ വിവരങ്ങളെല്ലാം ചോദിച്ചു. അച്ഛൻ, അമ്മ, വംശം, കുലം, ജാതി ഇതെല്ലാം ചോദിച്ചു. അപ്പോൾ അതെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭവതിയെ വിവാഹം കഴിച്ചാൽ എങ്ങനെയാണ്? ഭവതിക്കതിൽ താല്പര്യക്കുറവൊന്നുമില്ല. റെഡി തന്നെ. എന്നെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർത്തിയിരിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അത് ഞാൻ തന്നെ ഒരു വരനെ തിരഞ്ഞെടുത്താൽ അച്ഛന് ജോലി കുറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങ് സ്വയം ഒരു മാരേജ് ബ്യൂറോ ആയിട്ട് പ്രവർത്തിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആകാം. അതിൽ ഉണ്ടായതാണ് ചന്ദ്രന് ഇളയിൽ ഉണ്ടായ പുത്രനാണ് ബുധൻ. അദ്ദേഹത്തിൻ്റെ ഈ ബൗദ്ധികമായ അസാധാരണത്വവും മറ്റ് പ്രപഞ്ചങ്ങളെക്കുറിച്ചുള്ള അറിവും പ്രപഞ്ചത്തിൻ്റെ ഘടനയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുള്ള സ്വരൂപജ്ഞാനവും ഇതെല്ലാം കണക്കിലെടുത്ത് അദ്ദേഹത്തിന് ഗ്രഹത്തിൻ്റെ സ്ഥാനം കൊടുത്തു. ബുധന്. ആ ബുധനാണ് നമ്മുടെയൊക്കെ ജാതകത്തിൽ കയറി ഇങ്ങനെ നിൽക്കുന്നത്. ആ ബുധനാണ്. ഇവർ തമ്മിൽ, ചന്ദ്രനും ബുധനും തമ്മിൽ ബദ്ധ വൈരികളുമായി. ചന്ദ്രൻ ആകെ ഒരു ശത്രുവേ ഉള്ളൂ, അത് മകനാണ്. അപ്പോൾ അങ്ങനെ അവർ ബദ്ധ ശത്രുക്കളുമായി. അതിന് കാരണമൊന്നുമില്ല. വാക്കുതർക്കം സംസാരിച്ചിടഞ്ഞ് അച്ഛൻ മകനെ വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ അങ്ങനെ ഒരു ഇതിൽപ്പെട്ട് വന്നതാണ്. അപ്പോൾ ഈ ബുധൻ ചന്ദ്രൻ്റെ ആജ്ഞകൾക്കും അദ്ദേഹത്തിൻ്റെ അനുശാസനങ്ങൾക്കും വഴങ്ങി ജീവിക്കാൻ താല്പര്യമൊന്നുമില്ല. ഈ ജ്യോതിഷത്തിലും ചന്ദ്രന്റെ ശത്രുപക്ഷത്തായ ബുധൻ അല്ലേ? ജ്യോതിഷത്തിലെ ഈ ജ്യോതിഷം നോക്കുമ്പോഴേ ചന്ദ്രനും ബുധനും തമ്മിലുള്ള ശത്രുതയായിട്ട് കാണുന്നുണ്ടോ? തമ്മിൽ ശത്രുതയില്ല. ചന്ദ്രൻ ബുധന്റെ ശത്രുവാണ്. അങ്ങനെ അന്യോന്യ ശത്രുക്കളല്ല. അങ്ങനെയുണ്ട്. ചില ഗ്രഹങ്ങളിൽ അന്യോന്യ ശത്രുക്കളായിരിക്കും. ഇപ്പോൾ വ്യാഴവും ശുക്രനും അന്യോന്യ ശത്രുക്കളാണ്. അത് ശരി, പരസ്പരം. ഇതങ്ങനെയല്ല. അച്ഛന് മകനോട് ശത്രുതയൊന്നുമില്ല, മകന് അച്ഛനോട് മാത്രമേ ഉള്ളൂ ശത്രുത. അങ്ങനെ അദ്ദേഹം ചന്ദ്രൻ്റെ ഭാര്യയായി തീർന്ന് അതിൽ ഉണ്ടായ പുത്രനാണ് ബുധൻ. അതുകൊണ്ട് ബുധന് ഇളയുടെ പുത്രൻ എന്ന അർത്ഥത്തിൽ അയിളൻ എന്നും പേരുണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലാകുമ്പോൾ അവർ അയിലൻ എന്നാണ് ഉച്ചരിക്കുന്നത്. അയില എന്നായാലും വലിയ വിരോധം ഉണ്ടാകാൻ മലയാളികൾ അയളൻ എന്ന് പറയാം. അയളൻ എന്ന് പറയാം. വിദ്യയുടെ ആളായത് എങ്ങനെയാണ്? ബുധൻ വിദ്യ അയാൾ സ്വയം സമാർജിച്ചതാണ്, സമാർജിച്ചതാണ്. അല്ല, ചന്ദ്രന്റെ മോനല്ലേ? ചന്ദ്രനും ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ. അല്ല, ചന്ദ്രൻ വിദ്യയുടെ ആളല്ല. ചന്ദ്രൻ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം വിവരം അറിയാം. അതെ, ഒരു പ്രായോഗിക പരിജ്ഞാനമുണ്ട്. എല്ലാ കാര്യത്തെ സംബന്ധിച്ചും പ്രായോഗിക പരിജ്ഞാനമുണ്ട്. വിദ്യയുടെ ആളല്ല.
ഈ സ്ത്രീകളുടെയും അമ്മയുടെയും. അതെ അതെ. അല്ല, ബുധനാണ് വിദ്യയുടെ ആള് അല്ലേ? ബുധനാണ് വിദ്യയുടെ ആള്. വിദ്യ, ബോധം, വിവേകം, ഇതൊക്കെ ബുധന്റെ ഭരണ ചുമതലയിൽപ്പെട്ടാണ് മനുഷ്യന്റെ അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബുധനിലൂടെയാണത് വരുന്നത്. അപ്പോൾ ബുധൻ ജാതകത്തിൽ നല്ല സ്ഥാനത്ത് നിന്നാൽ ആ സമയത്ത് ജനിക്കുന്ന ആൾ വലിയ ബുദ്ധിമാനും നല്ലപോലെ പഠിക്കുന്ന ആളും ഈ വിദ്യ തരുന്ന ആളായതുകൊണ്ട്, വിദ്യയുടെ കാരകന ആയതുകൊണ്ടും ഇങ്ങനെ പഠിക്കുന്ന ആളും ഒക്കെയാണെന്നാണ് ജ്യോതിഷത്തിൽ ഫലപ്രവചന വിഭാഗത്തിൽ പറയുന്നത്. ഇപ്പം ഇങ്ങനെയൊന്നും ആയില്ലെങ്കിൽ സഹിച്ചോളുക. ഇങ്ങനെ ബുധൻ നല്ല സ്ഥാനത്ത് നിന്നിട്ടും അതിന്റെ വില ശനിയുടെ ഇതൊക്കെ വളരെ വളരെ പ്രശസ്തനായ മണ്ടൻ എന്നുള്ള നിലയിലാണ് വരുന്നതെങ്കിൽ അതിന് ബുധനെ കുറ്റം പറഞ്ഞിട്ട് അവന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിൽ നിന്ന് ഉണ്ടായ വംശകരനായ പുത്രനാണ് പുരൂരുവസ്. ഈ പുരൂരുവസ്, ഇപ്പോൾ ബുധനെക്കുറിച്ച് വൈദിക ജ്യോതിഷമുണ്ട്. വൈദിക വേദത്തിലെ ജ്യോതിഷത്തിൽ പോലും ബുധനെക്കുറിച്ച് പറയുന്നില്ല. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കരുതുന്നത് പോലെയല്ല. ജ്യോതിഷത്തിന് ജ്യോത്സ്യം എന്നും വാനനിരീക്ഷണ ശാസ്ത്രം എന്നും രണ്ടായിട്ട് കണ്ടിട്ടില്ല നമ്മുടെ ഋഷിമാര്. ഇല്ല. ജ്യോതിസിനെ സംബന്ധിച്ചുള്ള പഠനം ജ്യോതിഷം. ആത്മേത്യാത്മവിതാം ക്രതുശ്ചയജതാം ഭർത്താമരജ്യോതിഷാം. അമരമായ ജ്യോതിസുകളെ കുറിച്ചുള്ള പഠനമാണ്. അല്ലാതെ അത് ഫലപ്രവചന ശാസ്ത്രം, അസ്ട്രോളജി എന്നും അസ്ട്രോണമി എന്നുമുള്ള തരംതിരിവ് ഭാരതത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പാശ്ചാത്യമായ യൂറോപ്യൻ കോസ്മോളജിയെ ആസ്പദമാക്കിയാണ് ആ തരംതിരിവ് പിന്നീട് വന്നത്. അത് ഭാരതത്തിന് ആവശ്യമുള്ളതല്ല, പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പുരൂരുവസിൻ്റെ കഥ ഋഗ്വേദത്തിലുള്ളതാണ്. ലോകത്തിലെ, നമ്മുടെ ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിലെ ഇപ്പോൾ ഗിൽഗമേഷ് എന്ന് പറയുന്നത് ആണ് പിന്നെ പാശ്ചാത്യ ദേശത്തെ ഏറ്റവും പ്രാചീനമായ ഒരു മഹാകാവ്യം. ഗിൽഗമേഷ് വലിയ ഒരു യുദ്ധവീരന്റെ കഥയാണ്. അയാളുടെ പേരാണ് ഈ ഗിൽഗമേഷ്. ഗിൽഗമേഷ് റോമൻ ഭാഷയിൽ അല്ല, ഈജിപ്ഷ്യൻ ഭാഷ. അത് ചെറിയ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ ടെറാക്കോട്ട കൊണ്ടുണ്ടാക്കി ചുട്ടെടുത്ത തകിടാണ്. കളിമണ്ണ് കൊണ്ട് പരമാവധി കനം കുറച്ച് അത് പരത്തി ഏടിൻ്റെ രൂപത്തിലാക്കിയിട്ട് അതിൽ എഴുതി ചുട്ടെടുത്തിട്ട് ഓർത്ത് വച്ചിരിക്കുന്ന, അപ്പോൾ ഒരു മുറി നിറച്ചുണ്ടാകും ഒരു ചെറിയ ഗ്രന്ഥം. അങ്ങനെയാണത് പ്രിസർവ് ചെയ്ത് പോന്നിരുന്നത്. അങ്ങനെ കിട്ടിയതാണത്. അപ്പോൾ അത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ഇപ്പം എന്നാൽ ഇവിടെ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ജർമ്മനിയിലോ പോർട്ടുഗലിലോ സ്പെയിനിലോ ഒന്നും ആളുകൾക്ക് വിവരമേ ഇല്ല. കാലത്താണ് ഈജിപ്തിൽ ഈ വലിയ ഒരു മഹാകാവ്യം എഴുതി വച്ചിരിക്കുന്നത്. അതുൾപ്പെടെയുള്ള ലോകത്തിലെ സർവ്വഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാലും ആദ്യത്തെ പ്രേമകഥ എന്ന നിലയിൽ പ്രശസ്തമായതും ആദ്യത്തെ പ്രേമകഥയും പ്രേമത്തിൻ്റെ ദുസ്സഹമായ തീവ്രതയുടെ എരിപൊരിക്കൊള്ളലുണ്ട്. പുരൂരുവസ് വന്ന് വളരെ യാദൃച്ഛികമായിട്ട് ഉർവശിയെ കാണുകയാണ്. വാക്കിൻ്റെ അർത്ഥം ഊരുക്കൾ കൊണ്ട് വശീകരിക്കുന്നവൾ. അങ്ങനെ ഉർവശിയെ കണ്ട് അദ്ദേഹം ഈ ഉർവശിയുടെ ചലനങ്ങൾ അവരറിയാതെ രഹസ്യമായി കാട്ടിൽ നടന്ന് വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഉർവശിയുടെ കൂട്ടത്തിൽ മേനക, രംഭ, തിലോത്തമ ഇങ്ങനെ ഉള്ള അവർ എല്ലാം ഉണ്ട്. ഇതെല്ലാം വേണമെങ്കിൽ പുല്ലിംഗമായിട്ട് പ്രയോഗിക്കാവുന്നതാണ്. ഉർവശൻ, മേനകൻ, രംഭൻ, തിലോത്തമൻ, ഇങ്ങനെയൊക്കെ ഒരാൾ പേരിടാന്ന് വിചാരിച്ചാൽ പേരിടുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിനൊക്കെ പുല്ലിംഗമാണെന്നോ മറ്റോ വിചാരിച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ നടന്ന ഇദ്ദേഹം നിരീക്ഷിച്ച് ഇങ്ങനെ ഒരാൾ നിരീക്ഷിക്കുന്നു
എന്നുള്ള വിവരം മനസ്സിലാക്കിയപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ആരാ നിങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ അവിടെ മുതലാണ് ഈ ചന്ദ്രവംശം എന്നുള്ള പേര് വരുന്നത്. അതിനു മുമ്പ് ഈ വംശം ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. കാരണം സൂര്യവംശവും ചന്ദ്രവംശവും കൂടി കുഴഞ്ഞു കിടക്കുകയാണ്, പ്രത്യേകം തിരിയുന്നില്ല, മിക്സഡായിട്ട് കിടക്കുകയാണ്. ഞാൻ ചന്ദ്രൻ്റെ വംശത്തിൽ ജനിച്ചവനാണ്. അപ്പോൾ പുരൂരവസാണ് ആദ്യത്തെ ചന്ദ്രവംശ രാജാവ്. അതെ അതെ. വിക്രമോർവശീയത്തിലെ വിക്രമൻ ഈ പുരൂരവസ് തന്നെ. അതെ. അപ്പോൾ അദ്ദേഹം അതിൽ കാളിദാസൻ മഹാഭാരതത്തിലെ കഥയിൽ നിന്നും അതുപോലെ തന്നെ ഋഗ്വേദത്തിലെ കഥയിൽ നിന്നുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 13-14 മന്ത്രങ്ങളിലായിട്ടാണ്. അതും വലിയ അത്ഭുതമാണ്. ഇത്ര ചെറുതായി അതിതീവ്രമായ സമുൽക്കടമായ ഒരു പ്രേമത്തിൻ്റെ സമുജ്വലമായ ഒരു കഥ അത്യന്തം കാതരമായിട്ട് ആഖ്യാനം ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആളുകളാണെങ്കിൽ അതൊരു നോവൽ പോലെ ആയിപ്പോവുകയാണ്. പിന്നെ ലതയായിട്ട് മാറുകയും ഒരു നോവലുണ്ടല്ലോ, മലയാളത്തിൽ നോവലുണ്ട്. അങ്ങനെ എഴുതി നോവലാക്കി കളയാൻ പറ്റിയ തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം കൂടി ഒതുക്കി 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 ആര് വിചാരിച്ചാലും ഇനി അത് ചുരുക്കാൻ സാധ്യമല്ല എന്നുള്ള നിലയിൽ ഒതുക്കി ചുരുക്കി പ്രതിപാദിച്ചിരിക്കുന്നതാണ് ഈ ഉർവശിയുടെ കഥ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവർ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇത് പറയാനൊരു ലജ്ഞ. ഈ മറ്റ് വല്ല ആട്ടുകൾ പിടിക്കുകയും ചെയ്താലേ വേറെ ആളുകൾ കേൾക്കണ്ടല്ലോ. ആ പറഞ്ഞു ഒരു രഹസ്യമാണ് എനിക്ക് തത്രഭവതിയോട് പറയാനുള്ളത്. അപ്പം എന്ന് വെച്ചാൽ അവർ മാറി നിൽക്കണം അർത്ഥം. അവർ മാറി നിന്നാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പിന്നെ അതിനുവേണ്ടി പ്രത്യേകം വരേണ്ടി വരും. അപ്പോൾ ഒരു വശം നോക്കിയപ്പോഴേക്കും ആ ഒരു കാര്യം മനസ്സിലാക്കി അവർ നല്ല തോഴിമാരായിരുന്നു. അതല്ലെങ്കിൽ അവർ കൂടുതൽ അടുത്തേക്ക് വരികയുള്ളൂ. അങ്ങനെ ഞങ്ങൾ കേൾക്കാതെ അങ്ങനെ രഹസ്യം പറയേണ്ട നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അവർ മാറി നിന്ന് കൊടുത്തു. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഈ പ്രേമത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഉർവശിക്ക് അത് വലിയ തമാശയായിട്ടാണ് തോന്നിയത്. കാരണം അവരുടെ വാസസ്ഥലത്ത് എങ്ങും അങ്ങനെ ഒരു പരിപാടിയില്ല. കുറേ കാലം പ്രേമിച്ചിരിക്കുക, എന്നിട്ട് കാണുമ്പോൾ കരയുക, ഇത്രയും ദിവസം കാണാൻ പറ്റില്ലല്ലോ, ഇന്നലെ കണ്ടതല്ലേ, ഇന്നലെ രാത്രിയിലാണല്ലോ നമ്മൾ തമ്മിൽ കണ്ടത്, പിന്നെ നേരം വിളിക്കുന്നവരെ കാണാൻ പറ്റില്ലല്ലോ. അവർ ഈ വെസ്റ്റേൺ സ്റ്റൈലില്ല. അപ്പോൾ നേരം വെളുത്തപ്പോൾ ഒരു വാർപ്പ് നിറച്ച് കണ്ണുനീര്. അദ്ദേഹത്തിൻ്റെ സുരഭിലമായ പ്രേമത്തിൻ്റെ സഹജമായ ആവിഷ്കാരം എന്നുള്ള നിലയിൽ ഒരു ചെമ്പ് കണ്ണുനീര് അല്ലെങ്കിൽ ഒരു വാർപ്പ് നിറച്ച കണ്ണുനീര് അല്ലെങ്കിൽ വലിയ ബക്കറ്റ് നിറച്ച കണ്ണുനീര് എടുത്തങ്ങോട്ട് വെച്ച് കൊടുത്ത്, കണ്ടോ എൻ്റെ ദുഃഖമാണ് ഇതിനകത്തിരിക്കുന്നത്, ഇതെന്താ വെള്ളമല്ല കണ്ണുനീരാണ്, ഓ ഇത്ര കണ്ണുനീര് ഒരാൾക്ക് എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു ഈ ധുന്ധുവിനെ കുറിച്ച് പറയുമ്പോൾ വ്യാസൻ പറയും, അവൻ്റെ താമസം മണൽക്കടലിലായിരുന്നു എന്ന് പറയും. മണലിൻ്റെ കടൽ, അതിൽ നിന്നൊക്കെ ആയിരിക്കും പിന്നീട് ഈ മണലാരണ്യം എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുള്ളത് ഈ വ്യാസൻ്റെ ഈ പ്രയോഗത്തിൽ നിന്നാണ്. അപ്പോൾ മണൽക്കടലിൽ ഒളിച്ചു കിടക്കുകയാണ് ഈ ധുന്ധു എന്ന് പറയുന്നവനെ. അപ്പോൾ അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രേമമോ ഒരു സ്ത്രീയെ കാണാഞ്ഞിട്ട് പുരുഷന് അതിൽ മാനസികമായ വൈക്ലഭ്യമോ വേദനയോ അത് പീഡനാത്മകമാവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ താമസിക്കുന്നത്. സാർ, ഇവർ ദേവലോകത്ത് താമസിക്കുന്നവരല്ലേ? അതെ. ഈ ഇന്ദ്രന്റെ നർത്തകികളാണ് ഉർവശി, മേനക, രംഭ, തിലോത്തമയൊക്കെ. അപ്പൊ അവർക്കിങ്ങനെ ആരോടും ഒരു പ്രത്യേകതയില്ല. അല്ല, ദേവന്മാരെ കാട്ടി സൗന്ദര്യമുള്ളവർ ഇവിടെ ആയതുകൊണ്ട് അവരിങ്ങനെ ഇങ്ങോട്ട് വരുന്നതാണ്. അങ്ങനെ പിന്നെ മാത്രമല്ല ഈ ഭൂമിയുടെ സൗന്ദര്യവും ഇപ്പൊ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉള്ള സംഭവമാണിത്. താഴത്ത് വിജന പ്രദേശങ്ങളിൽ ഇവരിങ്ങനെ അലഞ്ഞു നടക്കും, അലഞ്ഞു തിരിഞ്ഞ് വളരെ സ്വതന്ത്രമായി അവിടെ നിയമാനുസാരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ദേവേന്ദ്രൻ വിളിച്ചാലേ ഇവർക്ക് ഇവരുടെ ആ കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. അതെ, ദേവേന്ദ്രന്റെ അനുവാദത്തോട് വന്നതായിരിക്കും. ഇതൊക്കെ ദേവേന്ദ്രന്റെ കണ്ണുവെട്ടിച്ച് വരുന്നു. അങ്ങനെയാകാം.
അല്ലാതെ അനുവാദത്തോട് അല്ല രംഭ ഇങ്ങനെ ഈ നളകൂപരന്റെ അടുത്ത് കണ്ണോട്ടിച്ച് പോകുന്നതാണ്. കൂടെ കൂടെ വരും കണ്ണോട്ടിച്ച് പോകുന്നതാണ്. അതങ്ങനെ പോകാൻ അദ്ദേഹത്തിന്റെ അനുവാദമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ ഗണത്തിൽപ്പെട്ടവളാണ് ഈ രംഭ. അപ്പോൾ അവള് വേറൊരു പുരുഷന്റെ അടുത്തേക്കാണ് ഈ പോകുന്നത്. അപ്പോൾ അതിന് സാധാരണഗതിയിൽ അനുവാദം കൊടുക്കില്ല. അപ്പം താഴത്തുനിന്ന് ഒരു സ്ത്രീയെ അവർ അങ്ങോട്ട് കൊണ്ടുചെല്ലുകയാണെങ്കിൽ പോരട്ടെ എന്ന് ദേവേന്ദ്രൻ അവിടെ ഇരുന്ന് പറയും എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടത്തില്ല. ദേവേന്ദ്രൻ അതൊന്നും ഇഷ്ടമല്ല. അല്ല, അങ്ങനെ പോകാൻ അനുമതിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ചില കൃതികളിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ മണ്ഡലത്തിൽ അനുഭൂതമായിട്ടുള്ള ഒരു മാനസിക ഭാവമല്ല അത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പ്രേമം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എനിക്ക് കാണാതെ ഇരിക്കാൻ വയ്യ, ഭഗവതിയെ കാണാതെ ഇരിക്കാൻ വയ്യ. അപ്പം നബിനെ എഴുന്നേറ്റ് നിന്നോ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ അത് അവർ പറഞ്ഞില്ല. ഭഗവതിയെ കാണാതെ ഇരിക്കാൻ വയ്യ, എപ്പോഴും എനിക്ക് ഭഗവതിയെക്കുറിച്ചുള്ള വിചാരം മാത്രമാണ്. അല്ല, അതൊക്കെ സമ്മതിച്ചു. അത് എന്തിനു വേണ്ടിയാണ്? അപ്പം എന്തിനു വേണ്ടിയാണെന്നുള്ളതിന് മറുപടി നാക്കത്തിരിപ്പുണ്ടെങ്കിലും അത് പറയാനൊരു ഒരു കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ്. കുടുംബജീവിതം, സന്താനങ്ങളോടുകൂടി ഒത്തു ജീവിക്കുക, ഭർത്താവിനോടുകൂടി വളരെ കാലം ജീവിക്കുക, ഇതൊന്നും ഞങ്ങൾ അപ്സര കന്യകകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അല്ല, രംഭ തന്നെ രാവണനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം നിത്യം ഓരോ വല്ലവല്ലാണ്. ഒരു ദിവസം കഴിയുമ്പോൾ അടുത്ത ദിവസം ആ ദിവസം പാതിവൃത്യം അനുഷ്ഠിക്കും. ഒരു ദിവസം വേറൊരാൾ വേണം, സെയിം പേഴ്സൺ പോരാ. അപ്പോൾ ഒരാളാവുമ്പോൾ ദാമ്പത്യം വരില്ലേ? അല്ല, ഒരു ദിവസം പാതിവൃത്യമാണ്. ഒരു ദിവസം ഈ ഏക് ദിൻ കാ സുൽത്താൻ ആയിട്ടൊരാളെ അവർ സ്വീകരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ വളരെ ആർദ്രമായ തരത്തിൽ സംസാരിക്കുന്നത് കൊണ്ടും ദീനസ്വരത്തിൽ സംഭാഷണം നടത്തുന്നത് കൊണ്ടും നിങ്ങളുടെ കൂടെ ഞാൻ കുറച്ച് ദിവസം താമസിക്കാം. അങ്ങനെ പാടില്ലാത്തതാണ്. ഏത് സമയത്തും എന്നെ നിങ്ങളുടെ ഭവനത്തിൽ, പ്രത്യേകിച്ച് കിടപ്പറയിൽ കാണാതെ ആകാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പേരിൽ പരിഭ്രമിക്കുകയോ ഒന്നും ഉണ്ടാവരുത്. പിന്നെ നിങ്ങളെ വസ്ത്രമില്ലാത്ത രീതിയിൽ ഞാൻ കാണരുത്. വസ്ത്രം ഈ എന്തോ വലിയ ജൗളി വ്യാപാരിയോ മറ്റേ ആയിരുന്നു എന്ന് തോന്നുന്നു ഈ ഉർവശി. ഉള്ള ജൗളി അങ്ങ് ചിലവായ ഈ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മറ്റേ ആയിരിക്കും. വസ്ത്രമില്ലാത്ത രീതിയിൽ എൻ്റെ തൽപ്പത്തിൽ നിങ്ങളെ കാണാൻ പാടില്ല. അപ്പം ഇത് ഈ ചില സമയത്ത് നമ്മളോട് എന്ത് പറഞ്ഞാലും സമ്മതിക്കുന്ന ഒരവസ്ഥ വരും. ആ ഒരവസ്ഥയിൽ വരും, പ്രത്യേകിച്ച് ഈ പ്രണയത്തിൻ്റെ ഇടയിൽ. അങ്ങനത്തെ അവസ്ഥയിൽ ഈ പ്രണയത്തിൻ്റെതിനേക്കാളും സമ്മതിക്കുന്നത് തല്ലുകൊള്ളുമ്പോഴാണ്. പ്രണയത്തിനൊക്കെ പല ആശ്വാസങ്ങളും വഴിയുമുണ്ട്. ഇടി ഇപ്പോഴോ എന്ന് മേത്തോന്ന് വീഴുമ്പോൾ എന്ത് പറഞ്ഞാലും പറഞ്ഞതെല്ലാം സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുക്കും. അപ്പോൾ അത് പ്രേമത്തിനേക്കാളും നല്ലത് അക്കാര്യത്തിൽ ഇടിയാണ്. പോലീസുകാരെ അങ്ങനെയല്ലേ സമ്മതിപ്പിക്കുന്നത് പലതും? അതെ, അങ്ങനെയാണ് സമ്മതിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ സമ്മതിക്കുള്ളൂ. അങ്ങനെ ഇദ്ദേഹത്തോട് സമ്മതിച്ചിട്ട് കൂട്ടുകാരികളോട് പറഞ്ഞു, ഞാനിങ്ങനെ എന്നോട് വളരെ താല്പര്യമുള്ള ഒരു പുരുഷൻ ഭൂമിയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോടുകൂടി ഞാൻ കുറച്ച് ദിവസം താമസിക്കും. ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി, അവിടെ പരത്തണ്ട, ദേവലോകത്ത് ഇത് പരത്തണ്ട, ഞാൻ താമസവും കഴിഞ്ഞ് എത്തിക്കോളാം. ഇത്ര ആർദ്ര മനസ്കനായി അപേക്ഷിക്കുന്നത് കൊണ്ട് ആ മനുഷ്യൻ്റെ ആഗ്രഹത്തിന് പൂർത്തി വരുത്തി കൊടുത്തിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം. ഇപ്പോൾ ഇത് നമ്മൾ 4 പേര് മാത്രം അറിഞ്ഞാൽ മതി, രഹസ്യമായിട്ട് വയ്ക്കണം എന്ന് പറഞ്ഞ് തോഴിമാരെ ദേവലോകത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ പോയി. ഉർവശി പുലൂരിയോസിൻ്റെ കൂടെ പോയി.